DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഒരു ടീസർ ഇറക്കിവിട്ടിട്ടുണ്ട്. ആ തീ ഐറ്റം തന്നെ കാണികൾക്ക് വിരുന്നായി. ഇനി ലോകകപ്പ് എന്ന ഫുൾ പടം റിലീസാകുമ്പോൾ സംഭവം ഹിറ്റ്. ബാറ്റെടുത്തവരെല്ലാവരും ബോളെടുത്തവരെല്ലാവരും ഒരുപോലെ മിന്നിയപ്പോൾ 2020 ലോകകപ്പിന് മുന്നോടിയുള്ള ഏക സന്നാഹ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു ടീം ഇന്ത്യ. മത്സരത്തിൽ 30 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 241 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസിൽ അവസാനിച്ചു. ആകെ 450 റൺസ് പിറന്ന മത്സരത്തിൽ 33 സിക്സുകളാണ് ഇരു ടീമുകൾ ചേർന്ന് കൂട്ടിയത്. 9 പേരാണ് ഇന്ത്യക്ക് വേണ്ടി ബോൾ ചെയ്തത്. അഭിഷേക് വർമ്മ 2 വിക്കറ്റും ഹർഷദീപ് സിംഗ്, ശിവൻ ദുബെ, വരുൺ ചക്രവർത്തി, അക്ഷയ് പട്ടേൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ജസ്പ്രീത് ബുംറ ബോളിങ്ങിന് ഇറങ്ങിയില്ല. പരിക്കേറ്റ വാഷിംഗ്ടൺ ടീമിനൊപ്പം ചേർന്നിട്ടില്ല. സന്നാഹ മത്സരത്തിൽ സഞ്ജു ഇറങ്ങാത്തതോടുകൂടി സഞ്ജു സാംസൺ ലോകകപ്പ് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം കിട്ടിയില്ലെന്ന് ഉറപ്പായി. ICC നിയമപ്രകാരം സന്നാഹ മത്സരങ്ങൾ രാജ്യാന്തര പദവിയില്ല. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ നേടുന്ന റണ്ണുകളോ റെക്കോർഡുകളോ കണക്കിലെടുക്കാറില്ല. ടോസ് സമയത്ത് മത്സരത്തിനുള്ള അന്തിമ 11 ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിക്കേണ്ടതുമില്ല. ടീമിലുള്ള 15 പേർക്ക് എപ്പോൾ വേണമെങ്കിലും ഗ്രൗണ്ടിൽ ഇറങ്ങാം. എന്നിട്ട് സഞ്ജുവിനെ ബാറ്റിംഗ് ഇറക്കാതിരുന്നതോടുകൂടി ടീം മാനേജ്മെൻറ്റിൻ്റെ നയം വ്യക്തമായി. ബുംറയും വാഷിംഗ്ടണിനെയും കൂടാതെ ഇന്ത്യൻ നിരയിൽ ബാറ്റിങ്ങിനും ബോളിങ്ങിനും അവസരം ലഭിക്കാത്തത് സഞ്ജുവിന് മാത്രമാണ്. ഇഷാൻ കിഷൻ വിക്കറ്റ് കീപ്പറായപ്പോൾ സഞ്ജു ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എടുത്തത്. ഇഷാൻ കിഷൻ 20 പന്തിൽ 53, തിലക് വർമ്മ 18 പന്തിൽ 45, ഹർദിക് പാണ്ഡ്യ 10 പന്തിൽ 30 തുടങ്ങി ഇന്ത്യക്ക് വേണ്ടി ബാറ്റിലെടുത്തവരെല്ലാവരും തിളങ്ങി. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെ മോശം ഫോമിനെ തുടർന്ന് സഞ്ജു സാംസനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് സ്ഥാനം നഷ്ടമായി. സഞ്ജുവിന് പകരം ഇഷാൻ കിഷനാണ് ഓപ്പണറായി ഇറങ്ങിയത്. വെടിക്കെട്ട് ബാറ്റിങ്ങുമായി ഇഷാൻ സ്ഥാനം ഊട്ടിയുറക്കുകയും ചെയ്തു. ടോസ് നേടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഇന്ത്യക്ക് മിന്നും തുടക്കമാണ് ഇഷാൻ കിഷൻ നൽകിയത്. തിരുവനന്തപുരത്ത് കിവീസിനെതിരായ അവസാന T20 സെഞ്ചുറി നേടി ഇഷാൻ നിർത്തിയെടുക്കുന്നതിനെ തുടങ്ങുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ 2 സിക്സറടക്കം 13 റൺസാണ് ഇഷാൻ നേടിയത്. പിന്നീട് അങ്ങോട്ട് തലങ്ങും വിലങ്ങും ഇഷാൻ്റെ അടിയായിരുന്നു. സഹ ഓപ്പണർ അഭിഷേക് ശർമ്മയെ കാഴ്ചക്കാരനായിരുന്നു ഇഷാൻ്റെ പ്രകടനം. 5-ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ 70 കടന്നു. 20 പന്തിൽ ഇഷാൻ അർദ്ധ സെഞ്ചുറി തികച്ചത്. ആകെ 7 സിക്സറുകളും 2 ഫോറുമാണ് ഇഷാൻ്റെ ബാറ്റിംഗിൽ പിറന്നത്. 50 അടിച്ചതിന് പിന്നാലെ ഇഷാൻ റിട്ടയർഡ് ഔട്ടായി. പിന്നീട് ക്രീസിലെത്തിയത് പരിക്കിന് ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ തിലക് വർമ്മ. ഇന്ത്യ എക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം കളത്തിലിറങ്ങിയ തിലക് ഫോമിലാണെന്ന സൂചന നൽകിയിരുന്നു. അത് തെളിയിക്കുന്നതായിരുന്നു താരത്തിൻ്റെ ബാറ്റിംഗ്. ഇഷാനിൽ നിന്നും ബാറ്റൺ എടുത്ത തിലക് സിക്സറുകളും ഫോറുമായി കളം നിറഞ്ഞു. ഇതിനിടെ പദവിയിൽ തന്നെ വ്യത്യസ്തമായി ബാറ്റ് ചെയ്തു അഭിഷേക് ശർമ്മയും 18 പന്തിൽ 24 റിട്ടയർഡ് ഔട്ടായി. 4-മനായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് ക്രീസിലെത്തിയത്. കിവീസിനെതിരെ പരമ്പരയിലെ താരമായിരുന്ന സൂര്യകുമാർ സന്നാഹ മത്സരത്തിൽ ഫോം തുടർന്നു. തിലകും സൂര്യയും ചേർന്ന് 3 വിക്കറ്റിൽ 44 റൺസ് എടുത്തു. 3 സിക്സറുകളും 3 ഫോറും അടക്കം 45 റൺസ് എടുത്ത് തിലക് 11-ാം ഓവറിൽ മാർക്കോ യാൻസിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു. 2 സിക്സറുകളും 2 ഫോറും അടിച്ച് സൂര്യകുമാറിനെ 19-ാം ഓവറിൽ മഫ്കയാണ് പുറത്താക്കിയത്. കിവീസിനെതിരെ ബാറ്റിംഗിൽ അധികം അവസരം ലഭിക്കാതിരുന്ന അക്ഷയ് പട്ടേലും റിങ്കു സിംഗും 5-ാം വിക്കറ്റിൽ ഒന്നിച്ച് 13 പന്തിൽ 16 റൺസ് എടുത്തു. റിങ്ക് പുറത്തായപ്പോൾ എത്തിയത് ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ. വെറും 10 പന്തിൽ 3 സിക്സുകളും 2 ഫോറുകളും 30 റൺസ് എടുത്ത ഹർദിക് ഇന്ത്യൻ സ്കോർ അതിവേഗം 240 എത്തിച്ചു.